ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് +2 സൈക്കോളജിയാണ്. +2 സൈക്കോളജിയിൽ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ വേരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: 1. 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസിൻ്റെ 2 ഫാക്ടർ തിയറി പഠിക്കുക. അതിൻ്റെ വക്താവ് ആരാണ്, എന്താണ് ആ തിയറി എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ആ ടോപ്പിക്ക് മൊത്തം തന്നെ നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ഈ തിയറീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഐ ക്യു ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കുക. ട്രയാർക്കിക് തിയറി ഇൻ്റലിജൻസിൻ്റെ ട്രയാർക്കിക് തിയറി. അപ്പം ഇതിൽ നിന്ന് ഇൻ്റലിജൻസിൻ്റെ തിയറീസ് മൊത്തത്തിൽ പഠിക്കുക. അത് ചിലപ്പം ഓരോന്ന് 6 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ എസ്സേ ആയിട്ടൊക്കെ വരാം. അതുപോലെ മറ്റൊരു ചോദ്യമാണ് റേഞ്ചസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി. അത് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, ബുദ്ധിമാപന ടെസ്റ്റുകൾ, വ്യത്യസ്ത തരം ടെസ്റ്റുകളെ കുറിച്ച് ചോദിക്കും, 6 മാർക്കിനൊക്കെ ചോദിക്കും. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും. അപ്പം ഇതിൽ നിന്ന് എസ്സേ സാധ്യത ഇൻ്റലിജൻസിൻ്റെ തിയറി, അതായത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ 2ൽ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി എന്നാണ് ചാപ്റ്റർ 2. അതിലെ പ്രധാനപ്പെട്ട ചോദ്യം 1, ഷെൽഡൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് പഠിക്കുക. പിന്നെ ടൈപ്പ് എ, ടൈപ്പ് ബി, സി ആൻഡ് ഡി. കൂടാതെ ആൾപോർട്ടിൻ്റെ ട്രെയ്റ്റ് തിയറി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐസങ്കിൻ്റെ സിദ്ധാന്തം ചോദിച്ചിട്ടുണ്ട്. ദെൻ 3 ലെവൽ കോൺഷ്യസ്നസ്, ബോധത്തിൻ്റെ 3 തലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ദെൻ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയുടെ ഘടന, ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ആ സംഭവമല്ലേ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. പിന്നീട് കൈൻഡ്സ് ഓഫ് സെൽഫ്, വ്യത്യസ്ത തരം സെൽഫുകൾ ഏതൊക്കെയാണ്. ഒന്ന് നമുക്കറിയാം പേഴ്സണൽ സെൽഫ് ഉണ്ട്, സോഷ്യൽ സെൽഫ് ഉണ്ട്, അതുപോലെ ഫെമിലിയൽ ഓർ റിലേഷണൽ സെൽഫ്. ഈ പേരുകളെങ്കിലും ഓർത്ത് വെക്കുക. അതുപോലെ സെൽഫ് എസ്റ്റീം എന്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 1 വേർഡ് ആയിട്ടും, അതുപോലെ ടൈപ്സ് ഓഫ് സെൽഫ് ചിലപ്പോൾ 3 മാർക്കിന് അങ്ങനെയൊക്കെ ചോദിക്കാം. മീറ്റിംഗ് ലൈഫ് ചാലഞ്ചസ് എന്നതാണ് തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കേണ്ട ചോദ്യങ്ങൾ: 1, ടൈപ്സ് ഓഫ് സ്ട്രെസ്സിൻ്റെ വ്യത്യസ്ത തലങ്ങൾ. ദെൻ സോഴ്സ് ഓഫ് സ്ട്രെസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രെസ്സിൻ്റെ സോഴ്സുകൾ. ദെൻ ഇഫക്ട്സ് ഓഫ് സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാതെ പഠിക്കുക. ഒരു 60% മാർക്ക് ഇത്രയും പഠിച്ചാൽ ഈ 3 ചാപ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ